കർഷകൻ്റെ കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ വ്യക്തിഗത വിവരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കർഷക രജിസ്ട്രി മെയ് ആദ്യവാരം മുതൽ ഇന്ത്യയിലൊട്ടാകെ നടക്കുകയാണ്. കേരളത്തിലെ കൃഷിഭവനുകൾ വഴിയാണ് കേരളത്തിൽ രജിസ്ട്രേഷൻ നടക്കുന്നത്. പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അവരുടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ, കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ അവരുടെ വ്യക്തിഗത വിവരങ്ങളുമായി കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ ലളിതമായ പ്രക്രിയയിലൂടെയാണ് കൃഷിഭവനിൽ ചെയ്യുന്നത്. പല കേന്ദ്ര പദ്ധതികളുടെയും പ്രത്യേകിച്ച് PM കിസാൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് കർഷകർ നിർബന്ധമായിട്ടും ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ വളരെ ലളിതമായ നടപടിക്രമങ്ങളാണ്. കർഷകൻ്റെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ, പ്രത്യേകിച്ച് ഭൂനികുതി രസീതിയുമായിട്ട് കർഷകൻ കൃഷിഭവനിലേക്ക് അവരുടെ ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ എന്നിവ കൊണ്ട് കൃഷിഭവനിലേക്ക് പോവുക. ഇത് രണ്ടും തമ്മിൽ പരസ്പരം പൂരകമാണോ എന്ന് കൃഷിഭവനിൽ നിന്ന് പരിശോധിച്ചുകൊണ്ട് അത് അംഗീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിലവിൽ കൃഷിഭവനുകളിൽ നല്ല തിരക്കിലാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്. അതുകൊണ്ട് തന്നെ കർഷകർ ആശങ്കപ്പെടേണ്ടതില്ല. ജൂലൈ 31 വരെ ഇതിന് സമയമുണ്ട്. തുടർന്നുള്ള PM കിസാൻ ഉൾപ്പെടെയുള്ള പല ആനുകൂല്യങ്ങൾക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രജിസ്ട്രേഷൻ നടപടികൾ നിർബന്ധമായതുകൊണ്ട് തന്നെ എല്ലാ കർഷകരും വളരെ ഈ ഒരു ജൂലൈ 31 എന്ന സമയപരിധിക്കകത്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ടതല്ലെങ്കിൽ പോലും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ കർഷകർ അവരുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ PM കിസാൻ സമ്മാൻ യോജന അത് നിലവിൽ നിരവധി കർഷകർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാരണങ്ങളാലും അവരുടെ ഇൻസ്റ്റാൾമെൻറ്റുകൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. അതെന്താണെന്ന് കൃഷിഭവനുകൾ വഴി പരിശോധിച്ചുകൊണ്ട് അതിലെ അപാകതകൾ പരിഹരിക്കുക, അതോടൊപ്പം ഈ കർഷക രജിസ്ട്രേഷൻ നടപടികളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കർഷകർ ചെയ്യേണ്ടത്. പലപ്പോഴും അവരുടെ ആധാർ ബന്ധപ്പെടുത്തിയ അതിലെ അപാകതകളും അവരുടെ അക്കൗണ്ട് സംബന്ധിച്ച അപാകതകളുമാണ് അവരുടെ പ്രധാനമായിട്ട് ഈ ഒരു ആനുകൂല്യം തടസ്സപ്പെടാൻ കാരണം. മാത്രമല്ല ആധാർ ലിങ്ക് ചെയ്ത ഏറ്റവും ഒടുവിൽ ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്കാണ് ഈ PM കിസാൻ്റെ ആനുകൂല്യം വരുന്നത്. കർഷകർ അത് കൃഷിഭവനിൽ വന്ന് പരിശോധിച്ചുകൊണ്ട് ഈ ഒരു ആനുകൂല്യം തുടർന്ന് ലഭിക്കാനായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ PM കിസാൻ ഗുണഭോക്താക്കൾക്ക് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതോടുകൂടി തുടർന്നും അവരുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന അറിയിപ്പുകൾ. കർഷകരുടെ മിക്ക വിളകളും ഇൻഷുർ ചെയ്യാനുള്ള നടപടി കൃഷിഭവൻ വഴി വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ കൂടിയ ആനുകൂല്യം എന്നുള്ളതാണ് നമ്മുടെ വിള ഇൻഷുറൻസിൻ്റെ പ്രത്യേകത. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നേന്ത്രവാഴ കൃഷിയാണെങ്കിൽ വെറും 3 രൂപ മാത്രമാണ് ഒരു നേന്ത്രവാഴയ്ക്ക് പോളിസി എന്ന തുകയായിട്ട് കർഷകർ അടയ്ക്കേണ്ടത്. പ്രകൃതിക്ഷോഭം മൂലമോ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം മൂലമോ നാശനഷ്ടമുണ്ടാവുകയാണെങ്കിൽ കുലച്ച വാഴയ്ക്ക് 300 രൂപ വരെ ആനുകൂല്യം ലഭിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന പദ്ധതിയാണ് വിള ഇൻഷുറൻസ്. തെങ്ങ്, കവുങ്ങ്, മറ്റ് നമ്മുടെ നാണ്യവിളകൾ എല്ലാം, നെല്ലുൾപ്പെടെയുള്ള എല്ലാ വിളകളും ഇൻഷുർ ചെയ്യാനുള്ള സംവിധാനം നിലവിലുണ്ട്. ഇതിന് കർഷകർ നേരിട്ട് കൃഷിഭവനിൽ ഹാജരാകേണ്ട കാര്യം പോലുമില്ല. അക്ഷയ വഴി അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനം വഴി സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് സൗകര്യമുള്ളവർക്ക് അവരുടെ കമ്പ്യൂട്ടറുകൾ വഴി പോലും ഇൻഷുർ ചെയ്യാം. പ്രീമിയം ഓൺലൈൻ വഴി തന്നെ അടക്കാനുള്ള സംവിധാനം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനുകൂല്യത്തിനുള്ള അപേക്ഷയും സ്വന്തമായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇത് വളരെ എളുപ്പമായിട്ട് കിട്ടുന്ന ആനുകൂല്യമാണ്. കർഷകർ പരമാവധി അത് ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം കർഷകരുടെ കൃഷി വിളകളെ കാര്യമായിട്ട് ബാധിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇൻഷുറൻസ് പ്രക്രിയ എല്ലാ കർഷകരും പൂർത്തീകരിക്കുന്നുണ്ട്.